കാറ്റടിക്കുമ്പോ ഞങ്ങളുടെ ജീവനെല്ലാം അങ്ങ് ആകാശത്തിലോട്ട് പോകുന്ന പോലെ ഞങ്ങളുടെ ഒരു ജീവിതം. അപ്പൊ എന്താ ഇതുപോലുള്ള കാഴ്ചകൾ നമ്മൾ കാണണമെങ്കിൽ ഒന്ന് പാലക്കാട്, അട്ടപ്പാടി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം. 100 വർഷത്തിലേറെ കാലം പഴക്കമുള്ള ഒരു വീടാണ്. ഈ വീടിന്റെ അകത്തിരുന്ന ഇതേപോലെ ഒരു സുലൈമാനിയൊക്കെ കുടിക്കണമെങ്കിൽ അത് പറഞ്ഞറിയിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആസ്വദിച്ച് സുലൈമാനിയം കുടിക്കുകയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം നടിമുരിപ്പ് വണ്ണായിക്കോണത്താണ് ഈ ഒരു വീടുള്ളത്. 100 വർഷത്തിലേറെ കാലം പഴക്കമുള്ള ഒരു വീടാണ്. ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വീട്. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള വീടുകൾ കാണുമെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ കാഴ്ചകൾ കാണുമെങ്കിൽ പാലക്കാട്, അട്ടപ്പാടി എന്നുള്ള സ്ഥലങ്ങളിൽ പോയാൽ മാത്രമേ നമുക്ക് ആ കാഴ്ച കാണുള്ളൂ. എന്നാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നടിമുരിപ്പ് വണ്ണായിക്കോണത്താണ് ഈ 100 വർഷക്കാലം പഴക്കമുള്ള ഒരു വീടും അവിടെ താമസിക്കുന്ന 2 പേരുമാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളും ചോദിച്ചും കണ്ടുമൊക്കെ നമുക്ക് മനസ്സിലാകാം. പഴയകാല തനിമയിൽ നിലനിർത്തുന്ന ഒരു വീടിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. ഗ്യാസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നോക്കാം. അതെ, കയറുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റെപ്പും നല്ല ഹൈറ്റിലും കുനിഞ്ഞൊക്കെയാണ് ഇവിടെ കയറേണ്ടത്. ചെറിയൊരു വീടാണ്. ഇവിടെ 2 പേരുണ്ട്. നമുക്ക് ചോദിക്കാം. നമസ്കാരം. 2 പേരുടെ പേരെന്തുവാ? എന്റെ പേര് ഷാവുൽ ഹമീദ്. എന്റെ പേര് സുലൈഹ. എത്ര വയസ്സുണ്ട് 2 പേർക്കും? എനിക്കിപ്പോ 78 വയസ്സ് എനിക്കുണ്ട്. വീട്ടുകാർക്ക് 74 വയസ്സുണ്ട്. 74 വയസ്സുണ്ട്. ഈ വീടിനോ? വീടിന് 100 വയസ്സ് 100 മേളിൽ പഴക്കമുള്ള വീടാ. 100 വർഷത്തിൽ പുറത്ത് പഴക്കമുള്ള. അത്താടെ അമ്മാടേയും കാലത്ത് വെച്ച വീടാ. എന്റെ മൂത്ത ജ്യേഷ്ഠക്കാര് അന്ന് ഇതുപോലെ 10-20 വയസ്സ് ഉള്ള പ്രായമുള്ള സമയത്ത് വെച്ച വീടായത്. അന്ന് തൊട്ട് ഞങ്ങൾ ഇതിൽ താമസിക്കുക. അവരൊക്കെ എല്ലാം മരണപ്പെട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. ലാസ്റ്റ് വന്നപ്പോൾ ഈ വീട് ഞങ്ങൾക്കായി. ഞങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ പഞ്ചായത്തിനൊക്കെ വീട് തരാമെന്ന് പറഞ്ഞതാ. പക്ഷെ ഞങ്ങളെ കൊണ്ട് ഏതൊരു നോക്കാത്തത് കൊണ്ട് ഏതൊരു നിവൃത്തിയില്ലാത്ത ആൾക്കാരായോണ്ട് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ 2 മക്കളുണ്ട്. ഒരു മോനും ഒരു മോളും. മോടെ മോനാ ഇത്. പിന്നെ മോന് മേളി മൈക്കാട് പണിക്കെല്ലാം പോവാ. അവന് 2 പെൺപിള്ളേര്. നിങ്ങൾ 2 പേര് മാത്രമാണ് ഇതിനകത്തുള്ളത്? 2 പേരേ ഉള്ളൂ. എല്ലാം തവിട് പൊടിയായി എല്ലാം ഒടിഞ്ഞു പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കുക. ഒന്നും മാറാനൊക്കത്തില്ല. എല്ലാം ഒന്നും മാറാൻ. നിങ്ങളുടെ അടുക്കളയൊക്കെ ഇതൊക്കെ അടുക്കള. ഗ്യാസ് ഒന്നും ഇല്ല. പോകേണ്ട ഇതിനകത്ത് ഒന്നും ഒക്കത്തില്ല. ഇല്ലെങ്കിൽ ആണി അടിക്കും തലയില്. ചേര്